ഇന്നിപ്പോൾ ഈ ശ്രീധരൻ ഒരു അതിവേഗ റെയിൽവേയാണ് പറഞ്ഞിരിക്കുന്നത്. വരുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ. നേരത്തെ സംസ്ഥാന സർക്കാർ കേരളയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഈ അതിവേഗ സംസ്ഥാന സർക്കാരിൻ്റെ സിൽവർ ലൈൻ പ്രോജക്റ്റ് അതൊരു അതിവേഗ റെയിൽ പ്രോജക്റ്റാണ്. അത് വെച്ചുകൊണ്ടാണ് കേരളയിൽ തുടങ്ങുന്നത്. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ സന്ദർഭത്തിലാണ് 24 അവസാനം ഒക്ടോബറിൽ ഈ ശ്രീധരൻ സി എമ്മിനെ കാണുന്നത്. അവർ തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് സി എമ്മിൻ്റെ നിർദ്ദേശാനുസരണം പൊന്നാനിയിൽ പോയി ഞാൻ ശ്രീധരനെ കാണുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ശ്രീധരൻ സി എമ്മിനെ കണ്ടു. അദ്ദേഹം നോട്ട് കൊടുത്തു. ആ നോട്ട് മുഖ്യമന്ത്രി എനിക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അശ്വനിയെ കണ്ട് ആ നോട്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയുണ്ടായി. പിന്നീട് സി എം വന്ന സന്ദർഭത്തിൽ ഇവിടെ ചർച്ച നടത്തുകയുണ്ടായി. ഞങ്ങൾ ശ്രീധരനോട് ഉദ്ദേശിച്ചത് ഇവിടെ വന്ന് മന്ത്രിയുമായിട്ടും റെയിൽ കാര്യം സംസാരിച്ച് അത് എങ്ങനെയാണോ വേഗതയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നാലോചിക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ചർച്ച നടന്നിരിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഒരു അതിവേഗ റെയിൽവേ വേണമെന്ന്. ആ പ്രപ്പോസൽ മുഖ്യമന്ത്രി പറയുമ്പോൾ 2-3 ഒബ്ജെക്ഷൻസ് ഉണ്ടായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത്. അതൊക്കെ മാറി. കാരണം ജനങ്ങൾ അതിവേഗ റെയിൽവേയെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരതത്തിൽ കാണുന്നത്. ഇനി നമുക്ക് പ്രായോഗികമായ ഒരു പ്രപ്പോസൽ വരണം. ശ്രീധരൻ്റെ പ്രപ്പോസൽ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് വരണം, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഏതായാലും ഒരു അതിവേഗ റെയിൽവേ വേണം എന്ന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ തന്നെ ശ്രീധരനുമായിട്ട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി എല്ലാം ചർച്ച നടത്തി. അതെ, ചർച്ച ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പ്രപ്പോസൽ നമ്മൾ ഈ കഴിഞ്ഞ 10-ാം തീയതി നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമനെ സംസാരിച്ചിരുന്നു. അന്ന് പ്രീ ബഡ്ജറ്റ് പ്രപ്പോസൽസ് കൊടുത്തിരുന്നു. അതിലൊന്നാണ് ഈ അതിവേഗ റെയിൽവേ, എയിംസ്, നമുക്ക് വയനാട് ദുരന്തത്തിൽ ലഭിക്കേണ്ട കേന്ദ്ര സഹായം, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തി കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഉണ്ടായില്ല. ഇനി നമ്മുടെ ഒരു ചാൻസ് ഉള്ളത് ബഡ്ജറ്റ് സമ്മേളനമാണ്. ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ വെച്ച് എയിംസിൻ്റെ കാര്യത്തിലും അതിവേഗ റെയിൽവേയുടെ കാര്യത്തിലും നമുക്ക് GST നിന്ന് കിട്ടേണ്ട സാമ്പത്തിക സഹായം, വയനാട് ദുരന്തത്തിൽ തരേണ്ട കേന്ദ്ര സഹായം, ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.